ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചീന്തലാർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. വീടിന് മുകളിൽ മരം വീണ ആനപ്പള്ളം നെല്ലിക്കുന്നിയിൽ അന്നപ്പാപ്പ എന്ന വീട്ടമ്മയുടെ കൈക്ക് പരിക്കേറ്റു. ഇവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചീന്തലാർ 3-ാം ഡിവിഷൻ ആനപ്പള്ളം, ആലമ്പള്ളി, ലോണ്ട്രി, അമ്പലപ്പാറ, കൈതപ്പതാൽ, പുളിങ്കട്ട എന്നീ പ്രദേശങ്ങളാണ് നാശനഷ്ടമുണ്ടായത്. ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചീന്തലാർ മേഖലയിൽ വ്യാപക നഷ്ടമാണ് ഉണ്ടായത്. വീടിന് മുകളിൽ മരം വീണ് ആനപ്പള്ളം നെല്ലിക്കുന്നേൽ അന്നപ്പാച്ച എന്ന വീട്ടമ്മയുടെ കൈക്ക് പരിക്കേറ്റു. ഇവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചീന്തലാർ 3-ാം ഡിവിഷൻ ആനപ്പള്ളം, ആലമ്പള്ളി, ലോണ്ട്രി, അമ്പലപ്പാറ, കൈതപ്പതാൽ, പുളിങ്കട്ട എന്നീ പ്രദേശങ്ങളിലാണ് വ്യാപകമായി നാശനഷ്ടമുണ്ടായത്. അന്നപ്പാച്ചയുടെ വീടിന് മുകളിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്ന് വാസയോഗ്യമല്ലാതായി മാറുകയും ചെയ്തു. ഇന്നലെ ഇവിടെ ഒരു 3 മണിയോടുകൂടി ഭയങ്കര ഇടിയും മഴയും ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ ഒരു കാറ്റായിരുന്നു. ആ കാറ്റിലാണ് ഇവിടെ പല വീടുകളും നഷ്ടപ്പെട്ടത്. അതിൽ ഏറ്റവും കൂടുതൽ അപകടം പറ്റിയിരിക്കുന്നത് നെല്ലിക്കുന്നേൽ ജോൺസൺ എന്ന് പറയുന്ന നമ്മുടെ ഈ സഹോദരൻ്റെ വീടാണ്. ഇന്നലെ ഒരു 4 മണിയോടുകൂടി പ്ലാവ് ഒടിഞ്ഞു വീണ് ഇവിടുത്തെ അമ്മച്ചിയുടെ ദേഹത്ത് ഈ ഭിത്തി എല്ലാം ഇടിഞ്ഞു വീണ് കൈയെല്ലാം മുറിഞ്ഞ് 5-6 സ്ട്രിക്റ്റ് ഉണ്ട്. ആശുപത്രി കൊണ്ടുപോയി ഇന്ന് വില്ലേജിൽ ചെല്ലാൻ പറഞ്ഞ് അവർ രാവിലെ പോയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി നാശനഷ്ടങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. മരങ്ങൾ വീണ് നിരവധി വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. വ്യാപകമായി കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. 2 ട്രാൻസ്ഫോമറുകൾ തകർന്നു. നിരവധി വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. പ്രദേശമാകെ ഇരുട്ടിലാവുകയും ചെയ്തു. മരങ്ങൾ റോഡിൽ വീണ് കിടക്കുന്നതിനാൽ ഗതാഗതവും മുടങ്ങി. ഏകദേശം ഒരു 3:30 ആകുമ്പോൾ പെട്ടെന്ന് ഈ ഏരിയ ഇരുണ്ട് വരികയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര കാറ്റ്, ഭയങ്കര മഴ. നമുക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇരിക്കുന്ന ഈ ഏലം ഈ ഭാഗത്ത് നിന്ന് അടിച്ച് കിലോമീറ്റർ അടിച്ച് തകർത്ത് ഇന്നലെ കൊണ്ടുപോയി മഴ. ഒത്തിരി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്കതിനെ 150 ഏലം പോയിട്ടുണ്ട്. പിന്നെ കൊടി തൈകൾ 75 പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തെങ്ങ് പോയിട്ടുണ്ട്. റോഡിൽ വീണുകിടന്ന മരങ്ങൾ നാട്ടുകാർ വെട്ടിനീക്കി. വൈദ്യുതി മുടങ്ങിയത് ജനങ്ങളെ ഇരുട്ടിലുമാക്കി. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ജീവനക്കാർ നടത്തിവരികയാണ്. ഇന്ന് വൈകിട്ടോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി KSEB ജീവനക്കാർ അറിയിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.